Hi Cool Moms and Dads. എൻ്റെ പേര് ശാലിനി. വെൽക്കം ടു മോമോ കൂൾ. പാച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു 31st. ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. പക്ഷേ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം തോന്നി. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിലോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിലോ ഇതിൽ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. കാരണം എനിക്ക് വന്ന മിസ്റ്റേക്സ് എല്ലാം എനിക്കിപ്പോൾ മനസ്സിലായി എന്തൊക്കെയാണെന്ന്. അപ്പോൾ കുറേ പേരുടെ ബർത്ത്ഡേ അടുത്ത് വരുന്നുണ്ട്. മിക്കവരും എന്നോട് ഷെയർ ചെയ്തായിരുന്നു കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ ഫേസ്ബുക്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി കുറച്ചും കൂടി നന്നാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ബഡ്ജറ്റിനുള്ളിൽ നിന്നോട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ബർത്ത്ഡേ ഡെക്കർ ആണെങ്കിലും അതുപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ ബഡ്ജറ്റിനുള്ളിൽ വരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം, അതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ഒന്ന് ഫിക്സ് ചെയ്യുക. സെക്കൻഡ് വൺ പ്ലാൻ ഇൻ അഡ്വാൻസ് ആണ്. അതായത് നേരത്തെ തന്നെ ഈ നമ്മുടെ കുട്ടിക്ക് ഒരു 10 മാസം ആകുമ്പോൾ തന്നെ നമ്മൾ ഈ പാർട്ടിക്കുള്ള കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം മുമ്പാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഒരുപാട് DIYs ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തു, എന്തൊക്കെ ഏത് തീമിൽ വേണം നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ചെയ്യാൻ, അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് ബർത്ത്ഡേ പാർട്ടിയിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സാധാരണ ബർത്ത്ഡേ പാർട്ടിയിൽ നിന്നും കുറച്ചൊക്കെ വെറൈറ്റി കൊണ്ടുവരാനും സാധിക്കും. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DIY ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും DIY ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പ്ലാൻ ചെയ്യണം. ഒരാഴ്ച മുമ്പെങ്കിലും നമ്മളെല്ലാം ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്കത് നമ്മുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എനിക്ക് വന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാൻ കാണിക്കാം. അതായത് ഞാൻ കുറേ നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഞങ്ങളൊരു 2 ദിവസം മുമ്പാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കറക്റ്റായിട്ട് അത് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ എപ്പോഴും അതായത് നമ്മൾ DIYs ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച മുമ്പെങ്കിലും ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ബർത്ത്ഡേ പാർട്ടിക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി DIYs ഒന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ തീമിനെ ബേസ് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വൈകിയെങ്കിൽ, അതായത് 2 ദിവസം മുമ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ DIYs ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഫോർത്ത് വൺ ലിമിറ്റ് യുവർ ഗസ്റ്റ് ആണ്. അതായത് നമ്മളുടെ അതിഥികളെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർ ഓരോരുത്തരെയും നന്നായിട്ട് സ്പെഷ്യലായിട്ട് മാനേജ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അത്ര ആൾക്കാരെ മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാവുള്ളൂ. നമ്മുടെ കുട്ടികൾ വളരെ ചെറുതാണ്. ഒരുപാട് പേരെ കാണുമ്പോൾ അവരുടെ ഈ സാധാരണ ഡെയിലി ഉണ്ടാകുന്ന ക്യാരക്ടറൊന്നും അല്ലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഈ അതിഥികളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് നമ്മുടെ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്തു, നമ്മുടെ കുട്ടി കരയുവാണ്, നമുക്ക് അവരെ ഒന്ന് ശരിയായിട്ട് രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രെസ്സായിരിക്കും. കാരണം നമ്മുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കൂടി നമുക്കുണ്ടാകും. പിന്നെ നമ്മുടെ ബഡ്ജറ്റിനും നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്ന സ്ഥലത്തിനും ഒക്കെ അനുസരിച്ച് നമ്മളുടെ ഗസ്റ്റിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക. 5th
ഫിഫ്ത്ത് വൺ എനിക്ക് പറയാനുള്ളത് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു തീം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്തത് അണ്ടർ വാട്ടർ തീമാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാധനങ്ങളാണെങ്കിലും അതുപോലെ എല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാം, അതായത് ഒരു ബ്ലൂ തീമായിരുന്നു. അപ്പം നമ്മുടെ ബലൂൺസ് ആണെങ്കിലും അതുപോലെ എല്ലാം ആണെങ്കിലും അതിന് മാച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ സാധിച്ചു. ഇനി നമ്മളല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തീം സെലക്ട് ചെയ്യുമ്പോൾ സാധനങ്ങൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള തീം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സിക്സ്ത് വൺ റിട്ടേൺ ഗിഫ്റ്റ് ആണ്. അത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ആ പാർട്ട് ഒഴിവാക്കാം. അപ്പം ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. കാരണം എൻ്റെ മൂത്ത മോൻ്റെ ക്ലാസ്സിലെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഗിഫ്റ്റാണ് കൊടുത്തത്. ഒരുപാട് വില കൂടിയ ഐറ്റംസ് ഒന്നുമല്ല, ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യിക്കുവാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുകയും നിങ്ങളുടെ തീം ബേസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ അത് മനോഹരമായിട്ട് നമുക്ക് പൊതിഞ്ഞ് ഗിഫ്റ്റ് റാപ്പ് ചെയ്തൊക്കെ കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ റിട്ടേൺ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ എന്താണെന്നൊക്കെ ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുക. ഇനി കേക്ക്, കുക്കീസ്, ചോക്ലേറ്റ്സിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളൊരു തീം ബേസ്ഡ് ആയിട്ടാണ് ബർത്ത്ഡേ നടത്തുന്നതെങ്കിൽ നമ്മുടെ തീമിനനുസരിച്ച് നമുക്ക് കേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ കാണിച്ചു, അത് അണ്ടർ വാട്ടർ തീമായിരുന്നു. അപ്പോൾ ബ്ലൂ കളർ കൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാം തന്നെ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ തീം ബേസ്ഡ് ആയിട്ടുള്ള കേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസോ അതൊക്കെ നേരത്തെ തന്നെ കണ്ടുവയ്ക്കുക. നമ്മുടെ ബഡ്ജറ്റ് കൂടി നോക്കുക. അതായത് നമ്മുടെ നോർമൽ കേക്കിൽ ചെറിയ ആ ഒരു തീമിൻ്റെ കളറൊക്കെ മാത്രം കൊണ്ടുവന്നാൽ മതിയെങ്കിൽ നമുക്കൊരു 1500 to 2000 കിട്ടും. ഇനി പ്രിൻറ്റഡ് കേക്ക് ആണെങ്കിൽ ഒരു 2500 to 3000 കിട്ടും. ഇനി ഇതുപോലെ തീം ബേസ്ഡ് കേക്ക് ആണെങ്കിൽ ഒരു 4000 to 5000 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മുടെ ബജറ്റിനനുസരിച്ച് എങ്ങനത്തെ കേക്ക് വേണമെന്നൊക്കെ തീരുമാനിക്കുക. ഇനി നമ്മൾ കുക്കീസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തീമിനനുസരിച്ചുള്ള കുക്കീസ് നമുക്ക് ഉണ്ടാക്കിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്തതിനനുസരിച്ച് വാങ്ങാൻ പറ്റും. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുക. ഇനി ചോക്ലേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഈ ഓരോ സെക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി വെറൈറ്റി ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. നേരത്തെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബജറ്റിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോസ്റ്റും ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി 8th പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് അടുക്കളയിൽ നിന്ന് അകലം പാലിക്കാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ നല്ല ബേക്കറായിരിക്കും, നല്ല കുക്കായിരിക്കും, പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ഒന്നിനും സമയം കിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് ചോക്ലേറ്റ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലോ, സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാലോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുക്കീസ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാലും 2 ദിവസത്തിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് തീർത്തില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 ദിവസം മുമ്പ് ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഈ ആഗ്രഹമൊക്കെ വേണ്ടെന്ന് വെച്ച് നമുക്ക് എവിടെ നിന്നാണ് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം. പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാൻ യുവർ ഫുഡ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡാണ്. നിങ്ങൾ എന്തൊക്കെ ഫുഡാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ വെജിറ്റേറിയൻസ് ഉണ്ടാവും, നോൺ വെജ് കഴിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഈ ഫുഡ് നമ്മൾ നേരത്തെ 1-2 ആഴ്ച മുമ്പ് തന്നെ നമ്മുടെ ഡേറ്റിന് വെച്ച് ഫുഡ് തരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് വെക്കുക. ഒരാഴ്ച മുമ്പെങ്കിലും ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടെൻഷൻ അടിക്കാനില്ല. നമ്മുടെ സ്ട്രെസ്സെല്ലാം നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഫുഡിനെ കുറിച്ച് പിന്നെ നമുക്ക് ടെൻഷനും അടിക്കേണ്ട. പിന്നെ ഈ ഒരുപാട് സ്ഥലമുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളെ പോലെയൊക്കെ ടൗണിൽ താമസിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഈ ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടായിട്ട് തീരുമാനിക്കുക. കാരണം ഒരുപാട് പേര് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഈ മുനിസിപ്പാലിറ്റി വേസ്റ്റ് ഒന്നും കൊണ്ടുപോകില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ പേപ്പർ ഗ്ലാസ് ആൻഡ് പ്ലേറ്റ് മാറ്റിയിട്ട്
നോർമൽ ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പരിപാടി നടത്താനായിട്ട് സാധിക്കും. ഇനി 10th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലീനിങ്ങിനായിട്ട് എന്തായാലും നമുക്ക് ഹെൽപ്പ് വേണം. അപ്പോൾ ഒരു ക്ലീനിങ് ഹെൽപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മെയ്ഡിനെയോ അല്ലെങ്കിൽ നമുക്ക് 2 ദിവസത്തേക്ക് ക്ലീൻ ചെയ്യാനോ ഒക്കെ ഒരാളെ ഏർപ്പാടാക്കുക. നമ്മളുടെ വീട്ടിലൊക്കെ വെച്ചിട്ട് പ്രോഗ്രാം നടത്തുന്നതെങ്കിൽ എന്തായാലും നമുക്ക് ആ പ്രോഗ്രാമിന് മുമ്പും വീട് ക്ലീൻ ചെയ്യേണ്ടി വരും, അതിന് ശേഷവും വീട് ക്ലീൻ ചെയ്യേണ്ടി വരും. ഈ പ്രോഗ്രാമിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കേക്കിൻ്റെ ഇതും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കണം. അല്ലാതെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ വീടിപ്പോൾ ഇങ്ങനെയായി ഇനി ഹെൽപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ 2 സിറ്റുവേഷൻസ്, അതായത് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് മുമ്പും അതിന് ശേഷവും ക്ലീനിങ്ങിനായിട്ട് ഒരു ഹെൽപ്പ് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പാർട്ടിക്ക് കൊണ്ടുവരുന്ന ഫുഡാണെങ്കിലും അതിൻ്റെ പാത്രമാണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ വറി ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടത്താൻ സാധിക്കും. പിന്നെ 10 ടിപ്സ് കൂടാതെ മോൻ്റെ ബർത്ത്ഡേ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി തോന്നി, അതും കൂടി ഞാൻ ഷെയർ ചെയ്യാം. കാരണം നമ്മുടെ പാർട്ടിക്ക് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞ് കുട്ടികളെ എടുക്കും. ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സൊക്കെ തന്നെയായിരിക്കും, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അവരുമായിട്ട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവർ കരയും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ടോയ് നമുക്ക് കൈയെത്തുന്ന ദൂരത്തിൽ എപ്പോഴും വയ്ക്കുക. അപ്പോൾ അവരുടെ ശ്രദ്ധ മാറ്റാനും അവരുടെ സങ്കടം മാറ്റാനും ഒക്കെ നമുക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം പാച്ചുവിൻ്റെ ബർത്ത്ഡേ നടത്തിയതിൽ നിന്നും എനിക്ക്, അതായത് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് തോന്നിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബർത്ത്ഡേ നടത്തുന്നവരും നടത്താൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.